കുറുമാലിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ വിവിധ നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ നിർവഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, അസിസ്റ്റന്റ് കമ്മീഷണർ എം മനോജ്, ദേവസ്വം ഓഫീസർ PV സജീവ്, ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് KS നന്ദകുമാർ, സെക്രട്ടറി ബിജു കിഴക്കൂടൻ, ട്രഷറർ രാജൻ കരവട്ട് എന്നിവർ സന്നിഹിതരായി. ക്ഷേത്രത്തിലെ മതിൽക്കെട്ടിന്റെ ഗേറ്റുകൾ, ട്രസ് വർക്ക്, പടിഞ്ഞാറെ നട മുതൽ നാഗക്കാവ് മുത്തപ്പൻ ക്ഷേത്രം വരെയുള്ള നടവഴിയുടെ ടൈൽ വിരിച്ചത് എന്നീ നവീകരണ പ്രവൃത്തികളാണ് നടന്നത്. ഇത്രയും മനോഹരമായ ഒരു നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് ഒരു ഉദ്ഘാടനം ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. കേവലം ഒരു മാസം മാത്രം പിന്നിട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തുടർന്നു വരുന്ന നാളുകളിൽ നമ്മുടെ ക്ഷേത്രങ്ങളുടെ വികസനങ്ങളും പൈതൃകങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസി സമൂഹത്തിനാകെ തന്നെ വെളിച്ചം പകരാൻ കഴിയുന്ന മാതൃകാപരമായ ക്ഷേത്രങ്ങളാക്കി കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളെ മാറ്റണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ സാംസ്കാരിക കൂട്ടായ്മയുടെ ഉത്തമ ഉദാഹരണമാണ് കുറുമാലിക്കാവ് ക്ഷേത്ര ആഘോഷ കമ്മിറ്റി ഇവിടെ നിർവഹിച്ചിരിക്കുന്നത്. ഭരണി നടത്തി ഭക്തജനങ്ങളുടെ കയ്യിൽ നിന്നും ചെറിയ ചെറിയ സംഭാവനകൾ സമാഹരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന മിച്ചം വച്ച സംഖ്യ ഭക്തജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ വിനിയോഗിച്ചു എന്നുള്ളത് തികച്ചും സന്തോഷം. ഈ 18കാവ് ആ ഒരു ഭരണി നാളുകളിൽ ഏറ്റവും സവിശേഷമാണ് കുറുമാലിക്കാവ്. ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ സംബന്ധിച്ചൊക്കെ എനിക്ക് മുമ്പ് സംസാരിച്ച എൻ്റെ 2 മേലധികാരികളും ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അത് എത്രയും വേഗം ഫലവത്താകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നമസ്കാരം. നമ്മൾ ഒരു 3 വർഷക്കാലം നമ്മുടെ വലിയൊരു സ്വപ്നമായിരുന്നു. നമ്മളിവിടെ ടൈലിട്ട് ഇവിടെ നടപ്പാത നല്ല രീതിയിൽ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് 3 വർഷത്തെ നമ്മുടെ കടുത്തൊരു പരിശ്രമം, ഭക്തജനങ്ങളുടെ സഹായം സഹകരണം കൂടിയാണ്.